സീറോ കൂപ്പൺ ബോണ്ടിൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതിന് പകരം എങ്ങനെയാണ് ഉണ്ടാവുക വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 100 റുപ്പീസാണ് അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ, ഈ ഫേസ് വാല്യൂ ഉള്ള ബോണ്ട് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരുമ്പോൾ നമുക്ക് 1000 റുപ്പീസ് തരില്ല. അതിന് പകരം ഒരു 900 റുപ്പീസ് ആയിരിക്കും നമുക്ക് തരുന്ന ടൈമിൽ, അതായത് കമ്പനിക്ക് കിട്ടുന്നത് 900 റുപ്പീസ് ആയിരിക്കും. ബട്ട് ഇൻവെസ്റ്ററിന് ഫേസ് വാല്യൂ 1000 റുപ്പീസ് ഫേസ് വാല്യൂ ഉള്ള ബോണ്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മൾ റെഡീം ചെയ്യുന്ന ടൈമിൽ, ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യും. എന്നിട്ട് റെഡീം ചെയ്യുന്ന ടൈമിൽ പാറിന് അല്ലെങ്കിൽ ഫേസ് വാല്യൂവിന് റെഡീം ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പ്രീമിയത്തിലും ചിലപ്പം റെഡീം ചെയ്തെന്ന് വരാം. അപ്പം ഈ ഫേസ് വാല്യൂവിൽ നമ്മൾ റെഡീം ചെയ്യും. അതായത് 1000 റുപ്പീസ് നമ്മൾ റെഡീം ചെയ്യും. അതായത് 900 റുപ്പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബോണ്ടായിട്ട്. ബട്ട് നമ്മൾ റെഡീം ചെയ്യുമ്പോൾ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 1000 റുപ്പീസ് നമ്മൾ കൊടുക്കണം ഇൻവെസ്റ്ററിന് കൊടുക്കുമ്പോൾ. ബട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇയർലി ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ വരുമ്പം എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ശരിക്കും ഇതിൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് ഈ ലാസ്റ്റ് ടൈമിൽ കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് അടക്കമുള്ള എമൗണ്ടാണ് ഈ 1000 റുപ്പീസ്. അതായത് എങ്ങനെ വരുന്നത് വെച്ചാൽ, ഇത് നമ്മൾ 900 റുപ്പീസാണ് അതിൻ്റെ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ ഇൻറ്റു 1 + r⁻n ആണ് എന്ത് 1000 റുപ്പീസ്. അതായത് ഈ 900 റുപ്പീസ് അയാൾ, നമ്മളെ ഇൻവെസ്റ്റർ ഒരു ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ അയാൾക്ക് അതിൽ കോമ്പൗണ്ടഡ് ആയിട്ട് റിട്ടേൺ കിട്ടി ഒരു 1000 റുപ്പീസായി മാറുന്നു. അങ്ങനത്തെ ഇതിലാണ് നമ്മൾ അതിൻ്റെ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ടു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് റിട്ടേൺ കിട്ടി, ആ റിട്ടേണ് 1000 റുപ്പീസായി മാറി. അതാണ് ശരിക്കുള്ള സംഭവം. അപ്പം അങ്ങനത്തെ കേസിൽ വരുമ്പം 900 × 1 + r⁻n = 1000. അപ്പോൾ നമ്മൾ n എത്രയാണ്? 5 ഇയേഴ്സ് ആണ്. r എത്രയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ 900, ഞാൻ ഇത് 4 ഇയേഴ്സ് ആക്കാം കേട്ടോ. 4 ഇയേഴ്സ്. 900 × 1 + r⁻4 = 1000. അപ്പോൾ നമ്മൾ 1 + r⁻4 = 1000 ഡിവൈഡഡ് ബൈ 900. .1111 എന്ന് കിട്ടും. നമ്മൾ 6 കിട്ടണമെങ്കിൽ 1 + r⁻4 = 1.111 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ ⁻4 ആണുള്ളത്. അപ്പം നമ്മൾ √4 എടുക്കുക. അതായത് 4th റൂട്ട് എടുക്കുക. 1 + r-ൻ്റെ 4th റൂട്ട് എന്ന് പറയുന്നത് 1 + r. 1.111-ൻ്റെ 4th റൂട്ട് എന്ന് പറയുന്നത് 1/4. 1/4 എടുക്കുമ്പോഴാണ് 4th റൂട്ട് വരുന്നത്. അതായത് 4/4 1/4. 1/4 എന്ന് പറയുമ്പം നമ്മൾ കാൽക്കുലേറ്റർ എടുക്കുക, അതിൽ 1.111 അടിക്കുക, ഒരു പ്രാവശ്യം റൂട്ട് വയ്ക്കിയാൽ ഫസ്റ്റ് റൂട്ടല്ല ആ റൂട്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി അടിച്ചാൽ നമുക്ക് കിട്ടുക 4th റൂട്ടാണ് വരിക. അപ്പം നമുക്ക് കിട്ടുന്നത് 1.02669 എന്നാണ് വരുന്നത്.
നമ്മളെ ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് വെച്ചാൽ 2.67% എന്ന് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന ജസ്റ്റ് ഒന്ന് നമുക്ക് അടിച്ചു നോക്കാം. 900 പ്ലസ് 2.67% പ്ലസ് 2.67% പ്ലസ് 2.67% പ്ലസ് 2.67%. അപ്പോൾ കണ്ടോ 1000 റുപ്പീസ് കിട്ടുന്നത് 4 ഇയേഴ്സിലേക്ക് ചെയ്യുമ്പോൾ 1000 റുപ്പീസ് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കേസിൽ സീറോ കൂപ്പൺ ബോണ്ടിൻ്റെ കേസിൽ ചെയ്യാം. ഇപ്പം ഇതിൽ ഇങ്ങനത്തെ റേഷണൽ ആയിട്ടുള്ള വാല്യൂസ് അധികം ക്വസ്റ്റ്യനിൽ തരാറുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇത് ജസ്റ്റ് ബേസിക് മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് നോക്കാം. അതായത് പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ എന്താ നോക്കിയത്? നമ്മൾ നേരത്തെ ഡിബഞ്ചേഴ്സിൻ്റെ കോസ്റ്റ് അഥവാ ലോണിൻ്റെ അതുപോലത്തെ ഐറ്റംസിൻ്റെ കോസ്റ്റ് എന്താണ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളതാണ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡെപ്റ്റിന് പകരം നമ്മുടെ കയ്യിൽ എന്താണ്, പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ ആകുമ്പം എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് നോക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്രിഫറൻസ് ഷെയർ നിങ്ങൾക്കറിയാം, അതിന് ഇക്വിറ്റിയുടെ ക്യാരക്ടേഴ്സും ഉണ്ട്, അതായത് ഒരു ഷെയറിൻ്റെ ക്യാരക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോൺ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ ഒരു ക്യാരക്ടറും കൂടി ഉണ്ട്. അപ്പം നമ്മൾ രണ്ടിൻ്റെയും കൂടി ക്യാരക്ടർ വരുന്ന ഒരു ഐറ്റമാണ് എന്ത്, പ്രിഫറൻസ് ഷെയർ. അതിനെ കൊണ്ട് തന്നെ നമ്മൾ ആ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി കമ്പയറബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. കോസ്റ്റ് ഓഫ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആകുമ്പോൾ നമ്മൾ നേരത്തെ എന്തായിരുന്നു നോക്കിയത്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആയിരുന്നപ്പോൾ എന്താ നോക്കിയത്, ഇറഡീമബിൾ ആണെങ്കിൽ റെഡീമബിൾ അല്ലെങ്കിൽ എന്താണ്, KD × 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് അല്ലേ നോക്കിയത്. അപ്പം അതേപോലെ തന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതെന്താണോ നമ്മൾക്ക് വരുന്ന കോസ്റ്റ്, അതായത് ഇതിന് നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്, അതുപോലെ തന്നെ നെറ്റ് പ്രൊസീഡ്സ് എത്ര എമൗണ്ടിന്, ഫോർ ഹൗ മച്ച് എമൗണ്ട്, എത്ര എമൗണ്ട് നെറ്റായിട്ട് എത്ര എമൗണ്ടിനാണ് നമ്മൾ ഇത്ര പേ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഇതെങ്ങനെ വരിക, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് ഇവിടെ കോസ്റ്റ് ആയിട്ട് വരുന്നത്. പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം ഈ പ്രിഫറൻസ് ഡിവിഡൻഡ് നമ്മളെ ഇക്വിറ്റി ഡിവിഡൻഡിന് പോലെ നമ്മൾ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഡിക്ലെയർ ചെയ്താൽ പോരാ, അത് ഇയർലി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതും ഒരു പെർസെൻറ്റേജ്, ഫിക്സഡ് പെർസെൻറ്റേജിലായിരിക്കും അതുണ്ടാവുക. അത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്, എത്ര എമൗണ്ട് ആണ് തന്നത് അതിൽ നിന്ന് നമുക്ക് എത്രയാണോ കോസ്റ്റ് വരുന്നത് അതാണ് നമ്മളുടെ എന്ത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, KP. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡിൽ നിന്ന് നമ്മൾ എന്താ ടാക്സ് കുറയ്ക്കാത്തത്, കാരണം ഇതൊരു പോസ്റ്റ് ടാക്സ് ഐറ്റമാണ്. നമ്മൾ പോസ്റ്റ് ടാക്സ്, പ്രീ ടാക്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് ഇതെവിടെ വരുന്നത്, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് കഴിഞ്ഞിട്ടാണ് ടാക്സ്, EBT ലെസ് ടാക്സ്, EAT ലെസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ആണ് വരുന്നത്. അതായത് ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് എന്നാണ് 200 ടാക്സ് 100 ആണെങ്കിൽ 100, ഈ 100 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നമ്മളുടെ ഏർണിങ്സ് ശരിക്കും 200 ഉണ്ട്, അതിന് നമ്മൾ ടാക്സ് 100 കൊടുത്തു, എന്നിട്ട് ബാക്കിയുള്ള 100 എന്നാണ് നമ്മൾ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പം നെറ്റായിട്ട് നമുക്ക് എത്ര, ഈ 100 ഒരു 10 നമ്മളുടെ പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ 10 രൂപ തന്നെ നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട്. നമ്മളുടെ മറ്റേ കേസ് ആകുമ്പം നമ്മളെ
ഇൻട്രസ്റ്റിൻ്റെ കേസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു, അപ്പോൾ അതൊരു 10 ആണെങ്കിൽ പോലും അതിന് നമ്മൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സിലേക്ക് നോക്കുമ്പം അത്ര ഇല്ല. സോ അതിൻ്റെ ഒരു ടാക്സ് സേവിങ്ങും കൂടി നമുക്ക് കുറയ്ക്കാം. 1 - 50% വെച്ചിട്ട് ശരിക്കും ഒരു 5 റുപ്പീസ് നമുക്ക് ആഫ്റ്റർ ടാക്സ് നോക്കുമ്പോൾ കോസ്റ്റ് ഉള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പം ഇത് നേരെ തന്നെ ഇത് ഫുള്ളി കോസ്റ്റാണ്. കാരണം ഇത് ആഫ്റ്റർ ടാക്സിലാണ്, ആഫ്റ്റർ ടാക്സ് ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പം ഇങ്ങനത്തെ കേസിൽ നമ്മൾ ടാക്സിൻ്റെ സേവിങ് ഒരിക്കലും നമുക്ക് ഉണ്ടാകുന്നില്ല, അതിനെ കൊണ്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുമില്ല. അപ്പം ഇറഡീമബിൾ ആവുന്ന കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ നോക്കാം. ഇത് ജസ്റ്റ് ലൈക്ക് ആസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാ പ്രിഫറൻസ് KP എന്ന് പറയുന്നത് പ്രിഫറൻസ് ഡിവിഡൻഡ് പ്ലസ് റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡഡ് ബൈ N all divided by redemption value plus net proceeds divided by 2. ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെന്താ ഡിഫറൻസ് ഉള്ളത്? ജസ്റ്റ് ഇവിടെ നമ്മളുടെ എന്തായിരുന്നു, പ്രിഫറൻസ് ഡിവിഡൻഡിന് പകരം ഇവിടെ ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ആയിരുന്നു. അതിന് പകരം എത്രയാണ് ഇവിടെ നമ്മൾക്ക് കോസ്റ്റ് വരുന്നത്, അത് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇൻറ്റു പ്ലസ് റിഡംഷൻ വാല്യൂവിൽ നിന്ന് നെറ്റ് പ്രൊസീഡ്സ് കുറച്ചത്. അതായത് നമ്മൾക്ക് എക്സ്ട്രാ എത്രയാണോ പേ ചെയ്യേണ്ടി വരുന്നത്, ലാസ്റ്റിൽ നമുക്ക് എത്രയാണോ പേ ചെയ്യേണ്ടി വരുന്നത്, ഡിവൈഡഡ് ബൈ N, എത്ര ഇയേഴ്സിൻ്റെതാണത്. അതായത് എക്സ്ട്രാ നമ്മൾ ലാസ്റ്റ് പേ ചെയ്യുന്ന എമൗണ്ട് എത്ര ഇയേഴ്സിൻ്റെതാണെന്ന് നോക്കുക. അപ്പം ഇത് ഞാൻ കറക്റ്റായിട്ട് നമ്മളെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന അറിയുന്നു. അത് തന്നെയാണ് ഐറ്റം. അപ്പം റിഡംഷൻ വാല്യൂന്ന് എത്രയാണോ നെറ്റ് പ്രൊസീഡ്സ് ഉള്ളത് അത് കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ N, എത്ര ഇയേഴ്സ് ഉണ്ട് ആ ഇയേഴ്സിൻ്റെ കണക്ക് വെച്ച് നോക്കുക. എന്നിട്ട് ഹോൾ ഡിവൈഡഡ് ബൈ റിഡംഷൻ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ 2. അതായത് റിഡംഷൻ വാല്യൂവിൻ്റെയും നെറ്റ് പ്രൊസീഡ്സിൻ്റെയും ആവറേജ് എടുക്കുക. ആവറേജ് ആയിട്ടുള്ള ഈ ഫണ്ടിന് വേണ്ടിയാണ് നമുക്ക് ഇത്രയും കോസ്റ്റ് വരുന്നത്. സോ ആവറേജ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് കോസ്റ്റ് കിട്ടും. ഇപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. പ്രിഫറൻസ് ഡിവിഡൻഡ് പ്ലസ് റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ N, റിഡംഷൻ വാല്യൂ പ്ലസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ 2. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെന്താണ് ഐറ്റംസ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റും. നമ്മൾ ഇക്വേഷൻസ് കാണാതെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എക്സാമിന് പോകുമ്പോൾ നമുക്ക് എല്ലാം ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം കുറേ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഇക്വേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് റെഡീമബിൾ ആയിട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആണെങ്കിൽ ഉള്ള കേസാണ്. അതായത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമ്മൾ റെഡീം ചെയ്യുന്ന കേസ്. ആദ്യം ഒരു വർഷം ടോട്ടൽ ഒരു 1000 റുപ്പീസാണ് എന്ത് പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ ഉള്ളത്. അത് ഓരോ ഇയറിലും 100 ആയിട്ട് 10 ഇയേഴ്സ് വെച്ച് ഇങ്ങനെ റെഡീം ചെയ്തുകൊണ്ടേ ഇരിക്കും എന്ന് വിചാരിച്ചോളൂ. അപ്പം ഇങ്ങനെ റെഡീം ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഇയറിലെ ക്യാഷ് ഫ്ലോ എടുക്കും. 100 ഇങ്ങനെ ക്യാഷ് ഫ്ലോ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, ഇത് IRR മെത്തേഡ് വെച്ചിട്ട് ചെയ്യും. ഈ IRR മെത്തേഡ് നമ്മൾ പഠിക്കും. അപ്പം ആ ടൈമിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. റെഡീമബിൾ ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് YTM മെത്തേഡ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് മെത്തേഡല്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ,
ഇത് നമ്മൾ IRR മെത്തേഡ് വെച്ച് ചെയ്യുന്നതേ. ഇനി നോട്ട് വൈ റിഡംഷൻ വാല്യൂ മൈനസ് നെറ്റ് പ്രൊസീഡ്സ് ഡിവൈഡ് ബൈ n. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് കൊടുത്തുള്ളൂ. അഡീഷണൽ നമ്മൾ പേ redeem that fund, then why unused we redeem that fund as expired we have already used for years later. That's why നിങ്ങൾ വായിച്ചു നോക്കാം. അപ്പം ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെയും പഠിച്ചു, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെയും പഠിച്ചു. ഇത് രണ്ടിൻ്റെ കോസ്റ്റും നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. Question number 1. Borrower Limited issued 10% debentures of rupees 100 each. Cost of issue was 25,000. Company comes under 35% category. Determine the cost of debentures if they were issued one at par. If they were issued, question number 1 at par, at 10% premium, at 10% discount. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കോസ്റ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ് കണ്ടുപിടിക്കാൻ. അത് എങ്ങനത്തെ കേസാണെങ്കിൽ ഇഫ് ദേ വർ ഇഷ്യൂഡ് അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്തതാണെങ്കിൽ, അറ്റ് 10% പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താണെങ്കിൽ, അറ്റ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ് വരുന്നത്, നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നല്ലോണം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ, ബോറോവർ ലിമിറ്റഡ് ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് എഴുതി വെക്കാം. issued 10,000 debentures of 100 each. 100 each 10,000 debentures ഇഷ്യൂ ചെയ്തു. അപ്പം 10 lakh rupeesന് എന്തുണ്ട്, ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 10 lakh rupeesന് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 10% ആണ് കോസ്റ്റ് വരുന്നത് 10% rupees ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 10% ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഉണ്ട്, ഇഷ്യൂ 25,000 ആണ്. അപ്പോൾ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇഷ്യൂ എമൗണ്ട് മൈനസ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ ആണ് വരിക. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്ത എമൗണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ ആ കോസ്റ്റ് കുറച്ചിട്ടുള്ളതിനാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുക. അപ്പം ഇവിടെ എത്രയാണ്, 10 lakh മൈനസ്, നമ്മൾ ആദ്യത്തെ കേസ് നോക്കാം. അറ്റ് പാർ കേസാണ് പറയുന്നത്. അറ്റ് പാർ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാർ പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിനെ കൊണ്ട് ഇഷ്യൂ ചെയ്യുമ്പോഴതാണ് ചോദിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ 100 rupeesൻ്റെ ഷെയർ അറ്റ് പാർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 100 rupeesന് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഈ 100 rupees ആണ് നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഈ 100 rupeesൻ്റെ ഷെയർ, ഒരു ഷെയറിൻ്റെ വാല്യൂ 100 rupees ആണ്. അപ്പോൾ അതിന് 100 rupees തന്നെ നമ്മൾ വാങ്ങുന്നു. അതിനാണ് അറ്റ് പാർ എന്ന് പറയുന്നത്. ഇനി അറ്റ് പ്രീമിയം 10% എന്ന് പറഞ്ഞാൽ ഒന്ന് വൃത്തിയിലെഴുതാം. പാർ എന്ന് പറഞ്ഞാൽ ₹100 ആണ് നമ്മുടെ ഫേസ് വാല്യൂ എങ്കിൽ അതേ ഫേസ് വാല്യൂവിന് തന്നെ ഇഷ്യൂ ചെയ്യുന്നു. 100ന് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഇഷ്യൂ ചെയ്യുന്നത് അത്രയൊക്കെ തന്നെയാണ്, 100ന് തന്നെയാണ്. അതിനാണ് പാർ എന്ന് പറയുന്നത്. 100ന് ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന്, ഇതിപ്പോൾ പബ്ലിക്കാണ്, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 100 rupees കളക്ട് ചെയ്യുന്നു. അതിനാണ് ഇഷ്യൂ ചെയ്യുന്നത് പറയുന്നത്.
ഇത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എത്ര എമൗണ്ട് ആണ് എടുക്കുന്നത് അതിനാണ് ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് 10% പ്രീമിയം ഉള്ള കേസ്. പ്രീമിയത്തിൻ്റെ കേസ് എങ്ങനെയാണ് വരിക? പ്രീമിയത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അതായത് 100 റുപ്പീസാണ് ഫേസ് വാല്യൂ ഉള്ളത്, ബട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയം. ഇഷ്യൂ പ്രൈസ് 110 റുപ്യാണ്. നമുക്ക് 100 റുപ്യേൻ്റെ സാധനം എന്ത് ചെയ്യുന്നു 110 റുപ്യക്കാണ് നമ്മൾ വിൽക്കുന്നത്. ബട്ട് എന്നാലും വാങ്ങാൻ ആൾക്കാരുണ്ടാവും. അതായത് നല്ല ഡിമാൻഡുള്ള ടൈമിലാണ് ഇത്രയും പ്രീമിയത്തിലൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശരിക്കും സ്റ്റോക്കിലൊക്കെ എത്രയാണ് നമ്മളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ എത്ര ഇഷ്യൂ ചെയ്യുന്നത് വെച്ചാൽ കണ്ടിട്ടുണ്ടാവും. 10 റുപ്പീസ് ആയിരിക്കും ഫേസ് വാല്യൂ, ബട്ട് ഇഷ്യൂ പ്രൈസ് ചിലതിന് 1500 അല്ല 1500, ചിലത് 1500 ഇഷ്യൂ ചെയ്യാറുണ്ട്, ചിലത് 235 ആ റേഞ്ചിൽ ഇഷ്യൂ ചെയ്യാറുണ്ട്, ചിലത് 70-80 റേഞ്ചിൽ, ചിലത് 40, അങ്ങനെ ഓരോ റേഞ്ചിൽ ഇഷ്യൂ ചെയ്യും. അപ്പം 10 റുപ്യേൻ്റെ ഷെയർ ആയിരിക്കും. 10 റുപ്യാണ് അതിന് എന്തുണ്ടാവുക ഫേസ് വാല്യൂ ഉണ്ടാവുക. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുക്കിൽ അത്ര വാല്യൂ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് എന്താണ് സെക്യൂരിറ്റി പ്രീമിയം ആയിരിക്കും. അതൊക്കെ നമ്മൾ അക്കൗണ്ട്സിൽ കൂടുതൽ വരുമ്പം കമ്പനി അക്കൗണ്ട്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവും ചിലവർ. അപ്പം കമ്പനി അക്കൗണ്ട്സിൽ നമ്മൾ അല്ലെങ്കിൽ ലോലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സെക്യൂരിറ്റി പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ആയിരിക്കും ബാക്കിയുള്ള എമൗണ്ട്. അത് നമ്മൾ നോക്കണ്ട. ഇപ്പം ജസ്റ്റ് നമ്മൾ അക്കൗണ്ട്സിലൊക്കെ മിക്കവാറും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും സെക്യൂരിറ്റി പ്രീമിയം. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം ആയിരിക്കും ബാക്കിയുള്ളത്. എന്നിട്ട് അങ്ങനെ 10% ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇഷ്യൂ പ്രൈസ് 110 ആയിരിക്കും. ഈ 110 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ 10% ഡിസ്കൗണ്ടിനാണെങ്കിൽ ഡിസ്കൗണ്ടിന് 100 റുപ്പീസിൻ്റെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആയിരിക്കും. ബട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ് 90 റുപ്പീസിനാണ്. 90 റുപ്പീസ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. സോ ഇതെന്തിനാണ് നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിൽ എന്താണ് കൊടുക്കുക, നമ്മളെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇൻട്രസ്റ്റ് ഇൻറ്റു 1 - ടാക്സ് റേറ്റ് ഓൾ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇഷ്യൂ പ്രൈസ് മൈനസ് കോസ്റ്റ് ഓഫ് ഇഷ്യൂ. ഇഷ്യൂ പ്രൈസ്. അപ്പോൾ ഇഷ്യൂ പ്രൈസ് ഇവിടെ നമുക്ക് എന്തുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇഷ്യൂ പ്രൈസ് 100 ആകുമ്പം അപ്പം ഡിനോമിനേറ്ററിൽ നമ്മൾക്ക് എന്തുണ്ട് മാറ്റം വരും. ഈ ഇഷ്യൂ പ്രൈസ് മാറുന്നതിനനുസരിച്ച് നോമിനേറ്ററൊക്കെ സെയിം ആയിരിക്കും, ബട്ട് ഡിനോമിനേറ്റർ മാറും. അപ്പം നമുക്ക് നോക്കാം. $10 lakh 10% ആണ്. കോസ്റ്റ് ഓഫ് ഇഷ്യൂ 25,000 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അറ്റ് പാറിൽ ഇഷ്യൂ ചെയ്ത കേസാണ്. കോസ്റ്റ് ഓഫ് 10% ആണ്. 10% ആണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ 10 ലാക്കിൻ്റെ 10% പറയുമ്പോൾ 1 lakh ഇൻറ്റു 35% ബ്രാക്കറ്റിലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 - 35% ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ് 10 lakh മൈനസ് 25,000 ഈക്വൽ ടു 1 lakh ഇൻറ്റു 65%. 1 lakh ഇൻറ്റു 65% ഓൾ ഡിവൈഡഡ് ബൈ 1,75,000. 6.67% ആണ് എന്ത് അറ്റ് പാരൽ ഇഷ്യൂ ചെയ്താലുള്ള കോസ്റ്റ്. ഇനി അറ്റ് പ്രീമിയം നോക്കാം. 10% നോക്കുമ്പോൾ 1 lakh ഇൻറ്റു 1 - 35%. നോമിനേറ്റർ സെയിം ആയിരിക്കും, ഡിനോമിനേറ്റർ മാറും. എത്രയാവും
11 lakh 10% ഇൻക്രീസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉണ്ടോ? 11 lakh minus 25,000, 11 lakh minus 25,000 is equal to 10 lakh 75,000. 1 lakh 65,000 divided by 10 lakh 75,000 is equal to 6.047% എന്ന് കിട്ടും. ഇനി അറ്റ് ഡിസ്കൗണ്ട് 10% ആണെങ്കിൽ 1 lakh into 1 minus 35% divided by 10 lakh ഉണ്ടാവുമോ? ഇല്ല, 9 lakh ഉണ്ടാവുള്ളൂ. 10% കുറഞ്ഞ അളവിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. lakh minus 25,000, 8,75,000, 65,000, 8,75,000 equal to 7.429% എന്ന് കിട്ടും. അപ്പം ഇത്രയാണ് എന്ത് വരുന്നത്, കോസ്റ്റുകൾ വരുന്നത്. അപ്പം സിമ്പിളാണ് കണ്ടുപിടിക്കാൻ, നല്ല സിമ്പിളാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ ഈ ഇക്വേഷനിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അത് ആ ആൻസർ ഒന്ന് കിട്ടി.